ചിലപ്പോൾ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആക്രമണങ്ങൾ ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളത് കാണുമ്പോൾ ലൈവ്ലി ഒരു ജീവന് പറ്റുന്ന ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഷോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഷോക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളെ മൈൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് റിയാക്ഷൻസ് കുറവായിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ, അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് തന്നെ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റാതെ വരും. ആകെ ഒരു അന്തം വിട്ട് ആകെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ, ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരും. അതൊക്കെ നോർമൽ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ആ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 24 hours 48 hours കഴിയുമ്പോൾ നമ്മളതിനിങ്ങനെ ഇമ്പാക്റ്റിന്ന് വിഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ ഓവർകം ചെയ്ത് മാറി വരും. നമ്മൾ പല ആളുകളെ നമ്മളെ സമീപങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടുകാരികളൊക്കെ സമീപനം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ മാറി വരും. പക്ഷെ ചില ആളുകൾക്ക് തേട്ടി വന്നുകൊണ്ടിരിക്കും. വീണ്ടും ആ ഇൻസിഡൻസിൻ്റെ മുന്നിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന അവസ്ഥയും പേടി വരുന്ന അവസ്ഥയും അങ്ങനെയുള്ള ചില കണ്ടീഷൻസിൽ പെട്ടതാണ് ഇപ്പോൾ ഈ PTSD ഒക്കെ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസിഡൻസിലാണ് ഇത് കൂടുതൽ കാണുക. നമ്മൾ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ഇൻസിഡൻസുകൾ, നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അത് കുറേ കഴിയുമ്പോൾ നമുക്ക് ആ അവസരങ്ങൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ ഒരു ഫീലിംഗ് ലോൺനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത്, വീട്ടിൽ പ്രത്യേകിച്ച് പണിയില്ലാതിരിക്കുന്ന സമയത്ത്, കിടക്കാൻ സംഭവിക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഇതിങ്ങനെ നമ്മളെ റിക്കലക്ട് ചെയ്ത് വരികയും മെമ്മറിയിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് അത് പലതരത്തിലായിരിക്കും. അപ്പോൾ ചിലർ പറയും ഉറക്കം കിട്ടണില്ല, എനിക്ക് അവരുടെ മുഖം ഇങ്ങനെ മുന്നിൽ കാണുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അനിയനോ ചേട്ടനോ ആരെച്ചെങ്കിൽ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്, അവരെന്നോട് പെരുമാറുന്ന മാതിരി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ എന്നോട് വിളിക്കുന്ന മാതിരി സംസാരിക്കുന്ന മാതിരി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫ് മട്ടറിങ് ഉണ്ടാവും. ചിലപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. നമ്മൾ കാണുമ്പോൾ ആരുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷ്വൽ ഹലൂസിനേഷൻസ് ആയിരിക്കും. ചിലപ്പോൾ ഈ ഓഡിറ്ററി ഹലൂസിനേഷൻസ് ഉണ്ടാവും. ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ഭയങ്കര ആൻസൈറ്റി, പേടി, ഫിയർ ഉണ്ടാവും.